السلام عليكم ورحمة الله. والسلام على رسول الله وعلى آله وأصحابه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മൾ 18-ായത്തിലാണ് സൂറത്ത് ഫുസ്സിലത്ത് 19-ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിച്ചു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم
ആവേശക്കുറവുണ്ടോ? ഒന്ന് ഉഷാറിൽ മതി. മുസാഫ് ഇല്ലാത്തവര് മൊബൈലിൽ ആപ്ലിക്കേഷൻ തുറന്നിട്ടില്ലേ? നമ്മൾ ഓതുന്നതിന് ഒരു ഹർഫിന് വിശപ്പും ക്ഷീണമൊക്കെ ബാധിച്ചണോ? وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. بسم الله الحمد لله والصلاة والسلام على رسول الله. കഴിഞ്ഞ ആഴ്ചകളിൽ മുൻ സമുദായങ്ങളിലുണ്ടായ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും പ്രതികാരങ്ങളെ കുറിച്ചൊക്കെയുള്ള വാക്യങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ്. അത് ആദി സമുദായമാണെങ്കിലും സമൂത് ഗോത്രമാണെങ്കിലും അവർക്കുണ്ടായിരുന്ന ദിനരാത്രങ്ങളോട് നീണ്ടുന്ന അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞ ആയത്തുകൾ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ സൂറത്തിൽ പൊതുവെ മക്കീ സൂറത്തിലുള്ളത് പോലെ തന്നെ റിസാലത്തിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചും പറയുന്ന കൂട്ടത്തിൽ ആവർത്തിച്ചു വരുന്ന മറ്റൊരു വിഷയമാണെന്ത്? നമ്മൾ പറഞ്ഞു മക്കീ സൂറത്തുകൾക്ക് പൊതുവെ 3 പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഉണ്ടാവും. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് അല്ലേ? കാരണം മക്ക കാലഘട്ടത്തിൽ പ്രധാനമായും വിശ്വാസം ശക്തമാക്കുക എന്നുള്ളിടത്തായിരുന്നു ദഅവത്തിന്റെ ശ്രദ്ധ കൂടുതൽ. മദീനയിൽ നിന്നാണ് പിന്നെ മറ്റ് കർമ്മങ്ങൾ, നമസ്കാരം മാത്രമാണ് മക്കയിൽ വെച്ച് നിർബന്ധമാണല്ലോ. മറ്റു കർമ്മങ്ങളൊക്കെ എവിടെ നിന്നാണ് നിർബന്ധമാകുന്നത്? മദീനയിൽ നിന്നാണ്. ദഅവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങളും ഇത് തന്നെയാണ്. ഒരാളോട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഈ 3 പ്രധാന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ കുറിച്ചും ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, അവിടെ നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന ആ ഒരു ജീവിതത്തിന്റെ ആ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ആളുകൾ, പ്രവാചകന്മാരെ പരിഹസിച്ചു തള്ളിയ ആളുകൾ, അവർക്ക് ദുനിയാവിൽ ലഭിച്ച ശിക്ഷകൾ പറഞ്ഞ ശേഷം പിന്നീട് പറയുന്നത് എന്താണ്? وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ. പിന്നെ പരലോകത്തെ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. പരലോകത്തുണ്ടാകുന്ന ശക്തമായ നടപടിക്രമങ്ങളെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അള്ളാഹുവിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, ഇലന്നാർ നരകത്തിലേക്ക്, ഫഹും യൂസഊൻ അവർ കൂട്ടം കൂട്ടമായി നിയന്ത്രിച്ചു കൊണ്ടുവരപ്പെടും. ഹത്താ ഇദാ മാ ജാഊഹ അങ്ങനെ അവർ അതിന്റെ അടുക്കൽ വരുമ്പോൾ ഷഹിദ അലൈഹിം സംഉഹു അവരുടെ കേൾവി അവർക്കെതിരെ സാക്ഷി പറയും. വഅബ്സാറുഹും അവരുടെ കാഴ്ചകൾ അവർക്കെതിരെ സാക്ഷി പറയും. വജുലൂദുഹും അവരുടെ തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയും. ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ സാക്ഷികളായിക്കൊണ്ട് അവരുടെ തന്നെ കേൾവിയും കാഴ്ചയും അവയവങ്ങളും തൊലികളും ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ അവര് തിരിച്ചു ചോദിക്കണം, അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കണം. വഖാലൂ ലിജുലൂദിഹിം അവർ അവരുടെ തൊലികളോട് ചോദിക്കും,
ലിമ ശഹിദ്തും അലൈന, നിങ്ങൾ എന്തിനാണ് നമുക്കെതിരെ തന്നെ സാക്ഷി പറയുന്നത്? കാരണം ഈ കാതും കാഴ്ചയും അവയവങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? എല്ലാ ദിവസവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിച്ചത്. ആ തൊലികൾ തന്നെ, ആ കാഴ്ചകൾ തന്നെ നമുക്കെതിരെ എങ്ങനെ സാക്ഷി പറഞ്ഞു എന്ന് അവർ ആലോചിക്കണം. നിങ്ങൾ എന്തിനാണ് നമുക്കെതിരെ സാക്ഷി പറയുന്നത്? അവിടെ അലൈന എന്നത് ഞങ്ങൾക്കെതിരെ എന്നതിനേക്കാൾ യോജിച്ച അർത്ഥത്താണ് നമുക്കെതിരെ. കാരണം ശരീരം തമ്മിലുള്ള സംഭാഷണമാണ്. قالوا أنطقنا الله الذي أنطق كل شيء. മറുപടി വളരെ കൃത്യമാണ്. എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ടാബില്ല, മൊബൈൽ ഫോണില്ല, MP3 റെക്കോർഡറില്ല, സാധാരണ ടാബ് റെക്കോർഡർ പോലും ഇല്ല, അല്ലെ? പക്ഷെ അവർക്ക് സഹാബികൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ദുനിയാവിൽ തന്നെ ഉണ്ട്. സംസാരിക്കണമെങ്കിൽ വായ വേണമെന്നില്ല, സംസാരിക്കണമെങ്കിൽ നാവ് വേണമെന്നില്ല, സംസാരിക്കണമെങ്കിൽ ഈ അവയവങ്ങളൊന്നും വേണമെന്നില്ല. അള്ളാഹു സംസാരിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തും സംസാരിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കയ്യിലുള്ളതാ മൊബൈൽ ഫോണ്. ചെറിയ ചെറിയ ചിപ്പുകള്, വർഷങ്ങളോളം റെക്കോർഡില്ല, CCTV ക്യാമറകള്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പുതുതായി ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അവരുടെ ശരീരങ്ങളിലും. ഇത് ഹക്കാണെന്ന് അവർക്ക് ബോധ്യമാകും. നിന്റെ റബ്ബ് തന്നെ മതിയായവനാണ് സാക്ഷിയായത്. അപ്പൊ ഇത്രയൊക്കെ സൗകര്യങ്ങൾ വരുന്നതിന് മുമ്പ് ചില ആളുകൾ ഇതിനെ വിശദീകരിക്കാൻ നോക്കി. അമാനിമോലി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ ആ വിഷയം പറയുന്നത് എന്താണ്? അത് നമ്മളിപ്പോ ഒരു കുറ്റവാളിയെ കോടതിയിൽ വിസ്തരിക്കുമ്പോ അവന്റെ ശരീരത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ഏതുപോലെ? ചിലപ്പോ കൈ വിറക്കും, ചിലപ്പോ കാല് വിറക്കും, ചിലപ്പോ തൊലികളിലൊക്കെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവും. അതിനെ കുറിച്ച് പറഞ്ഞതാണ് ഈ ആയത്തെന്ന് ചില ആളുകളൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അപ്പൊ അമാനിമോലി റഹ്മത്തുള്ളാഹി ആ കാലത്ത് മറുപടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്ര അത്ഭുതത്തോടെ അവർ ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തേ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞത്? എല്ലാത്തിനെയും സംസാരിപ്പിച്ച് അവർ അങ്ങനെ സംസാരിപ്പിച്ചതിനാ മറുപടി പറയുന്നത്? അതൊരു സ്വാഭാവിക സംഗതിയല്ലേ? അപ്പൊ വിശുദ്ധ ഖുർആനിലെ എന്തെങ്കിലും ഒരു പ്രസ്താവനകൾ വരുമ്പോ അതിന് ഹഖീഖിയായ അർത്ഥത്തിൽ നിന്ന് മജാസിയായ അർത്ഥത്തിലേക്ക്, അഥവാ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് ആലങ്കാരിക അർത്ഥത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന്, അതിന്റെ യഥാർത്ഥ അർത്ഥം പറയാൻ പറ്റാത്തതായിരിക്കണം. ഖുർആനിൽ ആലങ്കാരിക പ്രയോഗങ്ങൾ എത്രയുണ്ട്? കാരണം ഖുർആനിൽ സാഹിത്യമുണ്ട്, അല്ലെ? അറബി സാഹിത്യത്തിന്റെ ഏറ്റവും സൂപ്പർ ലെവലാണ് ഖുർആൻ. അപ്പൊ സാഹിത്യത്തില് ആലങ്കാരിക പ്രയോഗം ഉണ്ടെങ്കിൽ ഖുർആനിലും ആലങ്കാരിക പ്രയോഗം ഉണ്ടാവും. പക്ഷെ ആലങ്കാരിക പ്രയോഗമാണെന്ന് പറയണമെങ്കിൽ അവിടെ രണ്ട് നിബന്ധനയുണ്ട്. ഒന്നെന്താണ്? അതിന്റെ ഹഖീഖിയായ അർത്ഥം പറയാൻ പറ്റാത്തതായിരിക്കണം. ഏതുപോലെ ഇപ്പൊ സൂറത്തുൽ കഹ്ഫില് എന്താണ് ആ ഒരു മതിലിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? എന്താണ്? ആ മതിലിങ്ങനെ വീഴാൻ ഒരുങ്ങി. അത് മതിൽ വീഴാൻ ഉദ്ദേശിച്ചതാണ്. മതിൽ ഉദ്ദേശിക്കോ? മതിൽ ഉദ്ദേശിക്കൂല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ വീഴാനാകുന്നതിനെ കുറിച്ചുള്ള പ്രയോഗമാണ്. അതുപോലെ തന്നെ വസ്അലുൽ ഖറിയ, നിങ്ങൾ ആ ഗ്രാമത്തോട് ചോദിക്കുക. അപ്പൊ ഗ്രാമത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? ഗ്രാമത്തിലെ ജനങ്ങളോടല്ല, ഗ്രാമത്തിനോട് പോയി ചോദിക്കാനല്ല പറയുന്നത്. അപ്പൊ നേർക്ക് നേരെ അർത്ഥം പറയാൻ പറ്റാത്തതായിരിക്കണം. അതുപോലെ അതിന് ആനുകാലിക അർത്ഥം പറയാനുള്ള എന്തെങ്കിലും ഒരു കരീനത്തിനോ അഥവാ ഭാഷാപരമായ ഒരു കരീനത്തിനോ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ ഒരു സൂചന ആ പ്രയോഗത്തിൽ ഉണ്ടാവും. എന്നാൽ പരലോകത്ത് നടക്കുന്ന സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ മോജിസത്തുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ,
തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ മജാസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അപ്പൊ പിന്നെ അതിന്റെ ഏജാസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യവും മഹത്വവും നഷ്ടപ്പെടും. ഇതെല്ലാം ആലങ്കാരികമായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി തൊഴിലുകൾ സംസാരിക്കുന്നത് തന്നെയാണ്. സൂറത്ത് യാസീനിൽ കുറെ കൂടി വ്യക്തമായിട്ടുള്ള പറഞ്ഞത് اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അന്ന് നാം അവരുടെ വായകൾക്ക് സീല് വെക്കാൻ, ഈ വായക്കാണ് കളവ് പറയുന്ന സ്വഭാവമുള്ളത്. പിന്നെ കളവ് പറയുന്ന വായക്ക് സീല് വെച്ച് കഴിഞ്ഞാൽ തുകല്ലിമുന ഐദീഹിം, രണ്ട് കൈയും സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ആലോചിച്ചു, നമ്മുടെ പോക്കറ്റില് ഒരു ചെറിയ ബട്ടന്റെ വലിപ്പമുള്ള ഒരു റെക്കോർഡർ അല്ലെ, വീഡിയോ റെക്കോർഡർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ മനുഷ്യന്മാർക്ക് അമ്മ കൊടുത്ത കഴിവുണ്ടാക്കിയ ഉപകരണങ്ങളാണ്. മണിക്കൂറുകളോളം സംസാരിക്കൂല, ആ ചെറിയൊരു ചിപ്പ് സംസാരിക്കൂല. എത്ര വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ അങ്ങനെ തെളിയിക്കപ്പെടുന്നുണ്ട്. എത്ര വലിയ വലിയ ആളുകളുടെ രഹസ്യങ്ങൾ അങ്ങനെ പുറത്താക്കപ്പെടുന്നുണ്ട്. എത്ര വലിയ 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 അന്തസ്സുള്ളവർ അപമാനിതരായി മാറിയിട്ടുണ്ട്. അപ്പൊ അത് മനുഷ്യന്മാരുണ്ടാക്കിയ ചെറിയ സംവിധാനത്തിൽപ്പെട്ടാണ്. അപ്പൊ അള്ളാഹുവിന് ഇതിന്റെ ഉള്ളിൽ ഒരു റെക്കോർഡ് കൊടുക്കാൻ എന്താ പ്രയാസമുള്ളത്? ആ റെക്കോർഡ് സംസാരിക്കാൻ തുടങ്ങും. കൈകൾ സംസാരിച്ചു തുടങ്ങും. കാലുകൾ സാക്ഷി പറയും. കൈകൾ പറയാനോ ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഇന്ന ആളെ ഞാൻ അനർഹമായിട്ട് ആക്രമിച്ചു, ഞാൻ ഹറാമ് ചെയ്തു, ഹറാമ് സമ്പാദിച്ചു, ഹറാമിന്റെ കൈകൊണ്ട് പിടിച്ചു, ഹറാമ് ഞാൻ ഭക്ഷിച്ചു, ഹറാമ് ഞാൻ കുടിച്ചു എന്നൊക്കെ പറയാൻ തുടങ്ങും. കാല് പറയും വളരെ ശരിയാണ്, ഞാൻ ആ സ്ഥലത്തേക്ക് കൂടെ പോയ ആളാണ്. രണ്ട് കാലും സാക്ഷി പറയാൻ തുടങ്ങും. ചെയ്തെല്ലാ കാര്യങ്ങളും അവിടെ വിസ്തരിക്കണം. സാക്ഷികൾ വിസ്തരിക്കപ്പെടുന്ന ദിവസം. ഇത് അള്ളാഹിന്റെ ശത്രുക്കളെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പേടിക്കേണ്ട സംഗതിയാണ്. നമ്മളെല്ലാവരും ഭയപ്പെട്ട സംഗതിയല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്. പരലോകത്തെ അപമാനിക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടില്ല, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. പഠിച്ചവനെ, ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു ദിവസം എന്നെ അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട മനസ്സുമായി ഹൃദയവുമായി വന്നവർക്ക് അവിടെ രക്ഷയുള്ളൂ. അപ്പൊ അത് കൃത്യമായ സംസാരം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, അവർ ചോദിക്കണേ, എന്തിനാ നിങ്ങൾ നമുക്ക് നിങ്ങൾ സാക്ഷി പറഞ്ഞത്? നമ്മളെല്ലാരും ഒരുമിച്ച് ചിലം ചെയ്തതല്ലേ അല്ലെ? ഇതിപ്പോ നമ്മൾ ഉള്ളുന്നുള്ള നമ്മൾ തമ്മിൽ തന്നെ എങ്ങനെ ആയോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു കൂട്ടാളുകൾ പോയിട്ട് രഹസ്യമായിട്ട് കുറ്റകൃത്യം ചെയ്ത അവസാനം അതിന്റെ ഉള്ളിൽ തന്നെ സാക്ഷികൾ വരുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ചോദിക്കൂലെ, എന്ത് പണിയാ ചെയ്ത്? നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ ഈ സംഗതി ചെയ്ത്, എന്നിട്ട് നീ പിന്നെ നമുക്ക് ഇതിന്റെ സാക്ഷിയായല്ലോ. അത് പിന്നെ വേറൊരാളാണെന്നെങ്കിലും സമാധാനിക്കാം. ഇത് സ്വന്തം ശരീരത്തിൽ നിന്ന് നമുക്ക് ഒരു സാക്ഷികളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. അപ്പൊ അവര് നിസ്സഹായരായിട്ട് പറയണത്, എല്ലാത്തിനെയും സംസാരിപ്പിച്ച റബ്ബാണ് നമ്മെ സംസാരിപ്പിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും? അവനാണ് ആദ്യം നമ്മളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും സൃഷ്ടിച്ചത് അവനാകുന്നു. അവരിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. ഇവിടെ മനോഹരങ്ങൾ തഫ്സീറിൽ പറയുന്നുണ്ട്, ആ കാലു എന്ന പ്രയോഗം പോലും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാ കാലു എന്ന് പറയാൻ സാധാരണ കാലു കാലെന്ന അവൻ ഒരാൾ പറഞ്ഞു, കാല അവർ രണ്ടുപേര് പറഞ്ഞു. കാലു എന്നാല് അവർ കുറെ പേര് പറഞ്ഞു. കാലത്ത കൊന്ന കാലത്തന്നെ അവൾ ഒരു സ്ത്രീ പറഞ്ഞു. കാലത്ത അവർ രണ്ട് സ്ത്രീകൾ പറഞ്ഞു. കൊന്ന അവർ കുറെ സ്ത്രീകൾ പറഞ്ഞു. ഈ രണ്ടാമത് പറഞ്ഞത് നിർജീവ വസ്തുക്കൾക്ക് പൊതുവെ ഉപയോഗിക്കൽ എന്താണ്? കാലത്ത് കൊല്ല എന്നൊക്കെയാണ്.
നിർജീവ വസ്തുക്കൾക്ക് സാധാരണഗതിയിൽ അറബി പറയല് കാലത്ത് പുല്ല എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പ്രയോഗം മാറ്റി. കാരണം അവിടെ ശൈലിയും അവസ്ഥയൊക്കെ ആകെ മാറി. കാരണം നിർജീവ വസ്തുക്കൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സാധാരണ സംസാരിക്കുന്നവരെ കുറിച്ച് പറയുന്ന പ്രയോഗമാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് സാക്ഷി പറഞ്ഞത്? അപ്പൊ സാധാരണഗതിയിലുള്ള അറബി പ്രയോഗമാണെങ്കിൽ അവിടെ പറയേണ്ടത് എന്താണ്? ഒന്നുകിൽ കാലത്ത് അല്ലെങ്കിൽ പുല്ല. അവയവങ്ങൾ എന്നുള്ളതിന് നിർജീവ വസ്തുക്കൾ പറയുന്ന പോലെ പറയണം. പക്ഷെ ആ പ്രയോഗത്തിൽ പോലും കൃത്യമായ സൂക്ഷ്മതയുണ്ട്. അവർ പറഞ്ഞു, കാരണം അവിടെ സംസാരിക്കുന്ന ആളുകളാണ്. അവർ പറഞ്ഞു എല്ലാത്തിനും സംസാരിപ്പിച്ച അള്ളാഹു സംസാരിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവനാണ് നിങ്ങൾ ആദ്യം പഠിച്ച, അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. 22ാമത്തെ ആയത്തിലെ പ്രയോഗം കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു, മറഞ്ഞു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. സിദ്ര എന്താ? നമ്മൾ സാധാരണ കർക്കട എന്താ പറയാ? സിതാറോ അല്ലെ? സിതാറ എന്നൊക്കെ പറഞ്ഞു. സിദ്ര എന്ന് പറഞ്ഞാൽ മറാന്ന് പറഞ്ഞു അല്ലെ? നമസ്കാരത്തിന് മുന്നിൽ വെക്കുന്ന മറക്ക് സുദ്രാന്ന് പറഞ്ഞു. ഇസ്തത്തറ എസ്തത്തിറു എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തത്തറ എസ്തത്തിറു എന്ന് പറഞ്ഞാൽ മറ സ്വീകരിക്കുക എന്നാണ്. മറ സ്വീകരിക്കുക അഥവാ ഒരാൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? മറ സ്വീകരിക്കാം. പക്ഷെ നമ്മുടെ അവയവങ്ങൾ കാണാതിരിക്കാൻ മറ സ്വീകരിക്കാൻ സാധിക്കോ? നിങ്ങൾക്ക് മറ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങളുടെ തന്നെ കേൾവികൾ, നിങ്ങളുടെ തന്നെ കാഴ്ചകൾ, നിങ്ങളുടെ തന്നെ തൊലികൾ കാണാതെ മറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അതിൽ സംശയമില്ലല്ലോ. ഇപ്പൊ ക്യാമറയുടെ ഇഷാറയെത്തുമ്പോൾ നമുക്ക് നല്ല അഥവാണ് അല്ലെ? എന്താണ്? നല്ല കറക്റ്റ് ട്രാക്കിലൊക്കെ നിർത്തി ആ യെല്ലോ ലൈനുമൊന്നും തട്ടാതെ റൈറ്റ് ഓപ്പൺ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ നിർത്തും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഒരു 3 ഇഞ്ചിന്റെ പ്രശ്നമല്ലേ, 2 ഇഞ്ചിന്റെ പ്രശ്നമല്ലേ? അപ്പൊ ഇപ്പുറത്തെ കയ്യില് ക്യാമറ അല്ലേ, ഇതിലെ കയറി വന്നിട്ട് ഇപ്പുറത്ത് കൊണ്ടേ നിർത്തും. വലത്തെ ട്രാക്കിലൂടെ അങ്ങനെ കയറ്റി വന്നിട്ട് എന്ത് ചെയ്യും? മുന്നിട്ട് ഒരു നിർത്തലുണ്ട് അല്ലെ? അപ്പൊ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് അവിടെ അടിച്ചു കഴിഞ്ഞാൽ 3000 റിയാൽ പോകും. ചില്ലറ പൈസല്ലേ പോണത്. എല്ലാവരും നമുക്ക് 1 തട്ടേ 250-300 പോകും. ഇത് ക്യാമറ ഉള്ളിൽ തന്നെ ഘടിപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മറ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങളുടെ തന്നെ കേൾവികൾ, നിങ്ങളുടെ തന്നെ കാഴ്ചകൾ, നിങ്ങളുടെ തന്നെ തൊലികൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നതിൽ നിന്നും. ഇതൊക്കെ ദുനിയാവിൽ അന്ന് പറഞ്ഞല്ലേ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കൂല. ആ ശ്രദ്ധ പോകുമ്പോഴാണ് നമ്മൾ തെറ്റിയത്. ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിയില്ല. ഇത് പ്രഥമമായിട്ട് ദൈവനിഷേധികൾ അള്ളാഹിന്റെ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ നമുക്കൊക്കെ ബാധകമാണ്. നമ്മൾ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ അള്ളാഹിന്റെ ശത്രു. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ല, പൈര് നമ്മൾ പെടില്ലാന്ന് കരുതണ്ട, എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ചു പോയി നിങ്ങൾ ചെയ്യുന്ന അധിക കാര്യം അള്ളാഹ് അറിയില്ല നിങ്ങൾ വിചാരിച്ചു. സത്യത്തിൽ ഈ ആയത്തുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു മുറാഖബത്ത് നമ്മൾ ഉണ്ടാക്കണം. നമ്മളൊക്കെ സാധാരണക്കാരാണ്, തെറ്റുകൾ സംഭവിക്കും, തെറ്റ് ചെയ്തു പോകും, മനുഷ്യരാണ്. പക്ഷെ മുഅ്മിനായ ഒരു മനുഷ്യന്റെ സ്വഭാവം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടനെ അവൻ എന്ത് ഓർമ്മ വരും? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വരും. പടച്ചോനെ സംഭവിച്ചു പോയത്.
വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. മുഅ്മിനീങ്ങളെ എല്ലാവരും മലക്കളെ പോലെ എന്നുള്ള പറഞ്ഞില്ല. കാരണം അള്ളാഹ് നമ്മൾ പഠിച്ചത്. അള്ളാഹ്ക്കറിയാം നമ്മൾ തെറ്റ് ചെയ്യും. ഇതിനൊക്കെ പറഞ്ഞാൽ തെറ്റ് ചെയ്യും. കാരണം നമ്മളെ നേച്ചറിലുള്ളതാണ് തെറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ അള്ളാഹു നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ബോധം പറ്റ നഷ്ടപ്പെട്ട് പരിധി വിട്ടു പോയത്. അത്ര പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തെറ്റ് ചെയ്യാതെ ജിബ്രീലിനെ പോലെ മീകായിലിനെ പോലെ ഇസ്രാഫീലിനെ പോലെ മലക്കളെ പോലെ ആണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട് അധർമ്മകാരികളായി മാറരുത്. മുഅ്മിനീങ്ങൾ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, ഒരു മ്ലേച്ഛവൃത്തി ചെയ്യുകയോ സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്ന ഒരു തെറ്റ് സംഭവിക്കുകയോ ചെയ്തു പോയാൽ ദക്കറുല്ലാഹ്, അവർ അള്ളാഹിനെ കുറിച്ച് ഓർക്കും. വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാ അവർക്ക് പുറത്തു കൊടുക്കുന്നത്? അള്ളാഹിന്റെ കാര്യം നോക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടും ഇങ്ങനെയൊക്കെ താക്കീത് കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ ശരീരത്തിൽ തന്നെ ക്യാമറ ഘടിപ്പിച്ചു എന്ന് പറയുമ്പോഴും തെറ്റ് ചെയ്യുന്ന ആൾക്കറിയാം. തെറ്റ് ചെയ്താ പിന്നെ ചെയ്യേണ്ട കാര്യം പറഞ്ഞു, അത് ചെയ്താൽ പൂർത്തിയെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത്ര കാരുണ്യവാനാണ് റബ്ബ്. അവിടെ അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളെ ഉമ്മയേക്കാൾ കാരുണ്യങ്ങളെ റബ്ബിനുണ്ട്. ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ തെറ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ആ ദിക്റുല്ലാ എന്ന് വിട്ടാ പിന്നെ പ്രശ്നമാണ്. ഇബ്നു മസ്ഊദ് പറഞ്ഞ പോലെ പിന്നെ മുഅ്മിൻ മാറി മുനാഫിഖാവും. മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ മേലെ ഒരു പർവ്വതം ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ തോന്നും അവൻ. എന്നിട്ട് അവൻ ധാരാളമായിട്ട് തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യും, നന്മകൾ വർദ്ധിപ്പിക്കും. മുനാഫിഖായ ആളാകട്ടെ അവന് എന്താണ്, അവന്റെ മൂക്കിന്റെ മേലെ ഒരു ഈച്ച എന്ന പോലെ അല്ലെ, അങ്ങനെയൊക്കെ എത്ര തെറ്റ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. ഒരു കണക്കിന് നമ്മളൊക്കെ ഉഷാറാണ്. കാരണം 5 വക്ത് നിസ്കരിക്കേണ്ടത് അതുമില്ലാത്ത ആൾക്കാരല്ല എന്റെ കൂടെയുള്ളവർ. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താലും ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സാധിക്കുള്ളൂ. ആ നിലയ്ക്കുള്ള നിസ്സാരവൽക്കരണം വന്നാൽ പ്രശ്നമാണ്. നമ്മളെ മനസ്സിൽ തെറ്റിന്റെ വലുപ്പം എത്ര കൂടുന്നോ അള്ളാഹിന്റെ അടുക്ക അതിന്റെ വില കുറയും, ഗൗരവം കുറയും. നമ്മളെ മനസ്സിൽ തെറ്റിന്റെ വില കുറഞ്ഞു പോയാൽ അള്ളാഹിന്റെ അടുക്കൽ വില കൂടും, ഗൗരവം കൂടും. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ശൈഅ. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകൾ, ഇൻസും ജിന്നും ആദ്യക്കാരും അവസാനക്കാരും എല്ലാവരും നല്ല മുത്തഖീങ്ങളായി മാറിയാൽ എന്റെ ആധിപത്യത്തിലൊന്നും കൂടാൻ പോകുന്നില്ല. അള്ളാഹ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് കാര്യമില്ല. വലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും. നിങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകൾ, ഇൻസും ജിന്നും എല്ലാവരും ഏറ്റവും വലിയ തെമ്മാടിയെ പോലായി മാറിയാലും എന്റെ ആധിപത്യത്തിലൊന്നും കുറയാനും പോകുന്നില്ല. കാരണം അള്ളാഹുവിന് അതുകൊണ്ടൊരു കോട്ടം പറ്റാൻ പോകുന്നില്ല. പ്രശ്നം നഷ്ടമൊക്കെ നമുക്ക് തന്നെയാണ്. ഇന്നമാഹിയ അഅ്മാലുക്കും ഉഹ്സിഹാ ലക്കും ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ് വമൻ വജദ ശർറൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. നിങ്ങൾ അമലുകളൊക്കെ കൃത്യമായിട്ട് ഏടിലുണ്ടാവും. അങ്ങനെ തുറന്നു നോക്കുമ്പോ നല്ലത് കണ്ടാൽ അള്ളാഹിനെ സ്തുതിക്കാം, ചീത്ത കണ്ടാൽ സ്വന്തത്തെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. നമ്മൾ അൽ-കഹഫ് സൂറത്തിൽ ഓതിയ ആയത്താണത്, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ അമിലു മിമ്മാ ഫീഹി വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി. കിതാബ് വെക്കപ്പെടുമ്പോൾ ആ കിതാബ് ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് കുറ്റവാളികൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഭീതിതരായിക്കൊണ്ട് പറയും,
قالوا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. ഇതെന്തൊരു കിതാബാണ്, ഇതിലൊരു ചെറുതും വലുതും വിട്ടുപോയിട്ടില്ലല്ലോ. കൊല്ലാവസാനം കമ്പനിയിൽ ഓഡിറ്റ് നടക്കുമ്പോ ഓഡിറ്റർ വന്നാണ്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇമെയിൽ അയച്ചാൽ നമ്മള് ബേജാറുണ്ടാവും. എന്താണ്? ട്രാൻസാക്ഷൻ നടത്തിയതും വെണ്ടർക്ക് പേയ്മെന്റ് നടത്തിയതും ഒരു 1.5 ലക്ഷം റിയാലിന്റെ കൊട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറിയുന്നതും അതിൽ ഏതെങ്കിലും 1-2 പോയിന്റ് ചിലപ്പോൾ ഓഡിറ്റർ കണ്ടുണ്ടാവും, വലിയ പോയിന്റ് ഒക്കെ കണ്ടുണ്ടാവില്ല. അപ്പൊ മനസ്സിങ്ങനെ പറയുന്നത് മറ്റേനിപ്പോ കണ്ടെന്താ ചെയ്യാറ്. നമുക്ക് ശരിക്കും പരലോകത്തിൽ യക്കീന് കൂടേണ്ട ആളുകളാണ്. കാരണം ഇത് ഫുള്ള് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ കാണുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഇതൊന്നും സഹാബികളുടെ കാലത്തില്ല. അവർക്ക് അവര് റസൂലും പറഞ്ഞത് യക്കീൻ ഉണ്ടായതാണ്. നമുക്ക് നിസാരത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് ദൂരെ പോകുമ്പോൾ യക്കീൻ കുറയും എന്നതുകൊണ്ട് ഇത്തരം ആയത്തുകൾ കൂടി അള്ളാഹു കാണിച്ചത് യക്കീൻ കൂടാൻ വേണ്ടി. പക്ഷെ നമുക്ക് അതിലൊക്കെ അല്ലേ യക്കീൻ ഉണ്ടാവും അല്ലെ? ഓഡിറ്റർ വരുമ്പോ ആ കാര്യത്തിലൊക്കെ അത് ഉറപ്പുണ്ടാവും. പക്ഷെ ഇതിനേക്കാളും വലിയ ഓഡിറ്റിംഗ് നമ്മളെ ദിനേന നടക്കുന്നുണ്ട്. നന്മയും തിന്മയും കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തുന്നവരില്ലാതെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. എല്ലാം റെക്കോർഡാണ്, എല്ലാം റെക്കോർഡാണ്. എന്താണ് രക്ഷാമാർഗം? മഹാനായ അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ബഷാർ റഹിമഹുള്ളാഹയോട് ഒരാൾ ചോദിച്ചു, കൈഫ ത്വരീഖു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് പോകേണ്ട വഴി? കാരണം സംഗതി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഗൗരവമാണ്, സംഗതിയാകെ പ്രശ്നമാണ്. എല്ലാം റെക്കോർഡാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പോയിട്ട് പിന്നെ തെറ്റ് ചെയ്യും. എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോവുക? അദ്ദേഹം പറഞ്ഞു, كما عصيت الله سرا تطيعه سرا حتى يدخل إلى قلبك لطائف البر. നീ രഹസ്യമായിട്ട് അള്ളാഹനെ ധിക്കരിക്കുന്നത് പോലെ അള്ളാഹനെ രഹസ്യമായിട്ട് അനുസരിക്കുകയും ചെയ്യാം. അതേ വഴിയുള്ളൂ. രഹസ്യമായിട്ട് അള്ളാഹനെ നമ്മൾ എപ്പോ ധിക്കരിച്ചോ രഹസ്യമായിട്ട് അള്ളാഹനെ ധാരാളം അനുസരിക്കാം, ധാരാളം അമല് ചെയ്യാം. നന്നായിട്ടൊരു വുളു എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹുവോട് ദുആ ചെയ്യാം അല്ലേ? സ്വലാത്തു തൗബ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഏതൊരു അടിമ ഒരു തെറ്റ് ചെയ്താലും സഹീഹ് ഹദീസാണ്, നന്നായിട്ട് വുളു ചെയ്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു പുറത്തു കൊടുക്കും. അതുപോലെ ജനങ്ങൾ കാണാത്ത ഒരുപാട് തെറ്റുകൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ കാണാത്ത ഒരുപാട് നന്മയും നമുക്ക് വേണം. എങ്കിലേ ബാലൻസ് ആവുള്ളൂ, എങ്കിലേ ബാലൻസ് ആവുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ നമ്മള് നന്മ കുറെ ചെയ്യുന്നുണ്ടാവും, അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ. പക്ഷെ നമ്മുടെ രഹസ്യ ജീവിതത്തിലെ തിന്മകളോട് ബാലൻസ് ചെയ്യണമെങ്കിൽ രഹസ്യ ജീവിതത്തിലെ നന്മയോ ആരും കാണാതെ വുളു കൊടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യാം. ആരും കാണാതെ കുറച്ച് സ്വതക്ക ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കുക. കാരണം അള്ളാഹിന്റെ കോപത്തെ സ്വതക്ക തടയുമെന്നാണ്. അപ്പൊ അദ്ദേഹം അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ബഷാർ റഹിമഹുല്ലാഹ് പറയുന്നത്, നീ രഹസ്യമായി അള്ളാഹിനെ എപ്പോ ധിക്കരിച്ചോ എന്ത് ചെയ്യാം? രഹസ്യമായിട്ട് അള്ളാഹുവിനെ അനുസരിക്കാം, നന്മ അധികരിപ്പിക്കാം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം, തൗബ അധികരിപ്പിക്കാം. അതുകൊണ്ടാണല്ലോ ആളുകൾ ശ്രദ്ധിക്കാത്ത അമലിനാണ് കൂലി കൂടുതൽ അല്ലെ? ആളുകൾ ശ്രദ്ധിക്കാത്ത അമലിനാണ് പ്രതിഫലം കൂടുതൽ. ഈ അർശിന്റെ തണല് പറഞ്ഞ 7 ആള് കൂടുതൽ ഒരാളാരാണ്? എല്ലാ നിലക്കും തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾക്കും
ഒരാളെ ഒരു പെണ്ണ് ഒരു തെറ്റ് ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ആ സ്ത്രീക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് ഭയങ്കര സുന്ദരിയാണ്, മറ്റൊന്ന് പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള ആളാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ആ തെറ്റ് അവിടെ പൊളിച്ചെടുക്കാനോ പിടിച്ച് അപമാനിക്കാനോ പറ്റിയ ആരും അങ്ങനെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വരാനില്ല. അത്രത്തോളം സൗകര്യമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ യൂസുഫ് നബിയെ പോലെ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ആ മനുഷ്യൻ പറഞ്ഞു, സംഗതി എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും ഞാൻ അള്ളാഹനെ പേടിക്കുന്നുണ്ട്. തിരിഞ്ഞു നടന്നു. അർശിന്റെ തണലാണ്. അതേപോലെ ആ 7 വിഭാഗങ്ങളിൽപ്പെട്ട മറ്റാളാണ് ആര്? ഒരു വലത് കൈ കൊണ്ട് നടത്തിയ സുദഖ ഇടത് കൈ അറിയാതെ ചെയ്താണ്. എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് സുദഖ ചെയ്താണ്. അതുപോലെ രാത്രി നമസ്കാരത്തിന് മറ്റേത് നമസ്കാരങ്ങളെക്കാളും ഫർദ് കഴിഞ്ഞാൽ സ്ഥാനമുണ്ട്. ഫർദായ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനം രാത്രി നമസ്കാരത്തിന്. കാരണം സലാം പ്രചരിപ്പിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, കുടുംബബന്ധം ചേർക്കുക, ജനങ്ങളെ കുറേ കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക, സന്തോഷത്തോടെ സ്വർഗത്തിൽ പോകാം. ഉത്തരക്കാലം ഉൾപ്പെടുത്തുമാറാണ്. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് തീരെ തെറ്റിയാതെ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മനുഷ്യന്മാരാണ് അല്ലെ. പിന്നെ അതിനുള്ള പരിഹാരമാണ് ചോദിക്കുന്നത്. കാരണം മുൻഗാമികൾ തമ്മിൽ ചർച്ച ചെയ്യാതെ എന്താണ് പരിഹാരം. പരിഹാരത്തെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ കാര്യം അപകടമാണ്. പരിഹാരം പരമാവധി തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവും. ചിലർക്ക് സ്ത്രീകളായിരിക്കും, ചിലർക്ക് സമ്പത്തായിരിക്കും, ചിലർക്ക് മദ്യപാനമോ ലഹരിയോ ആയിരിക്കും. അപ്പൊ നമ്മളെ വീക്ക്നെസ് എന്താ നമ്മൾ കണ്ടെത്തണം. ആ സ്ഥലത്ത് നിന്ന് മാറിക്കും. കാരണം വീട്ടുകാരാണ് വീടിനെ കുറിച്ച് അറിയാം, നമ്മളെ നഫ്സിനെ കുറിച്ച് നമുക്കാണ് കൂടുതൽ അറിയാം അല്ലെ. അപ്പൊ ആ ഫിത്നയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കാം. ഇനി അഥവാ സംഭവിച്ചാലോ, മുഅ്മിന്റെ സ്വഭാവം എടുക്കണം, മുനാഫിക്കിന്റെ സ്വഭാവം എടുക്കരുത്. ആദിനബിന്റെ സ്വഭാവം എടുക്കണം, ഇബ്ലീസിന്റെ സ്വഭാവം എടുക്കരുത്. ആദിനബിന്റെ സ്വഭാവം എന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ സംഭവിച്ചു പോയി, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം ഞാൻ കഴിച്ചു പോയി, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയി, നീ എങ്ങാനും പുറത്തുനിന്നില്ല എങ്കിൽ ഞാൻ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും. എന്താണ് കിട്ടിയ മറുപടി? അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തെരഞ്ഞെടുത്തു, തൗബ സ്വീകരിച്ചു, ഹിദായത്ത് കൊടുത്തു. പക്ഷെ ചെറിയൊരു പരീക്ഷണം കൊടുത്തു, ഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു. ആ പരീക്ഷണത്തിനാണ് നമ്മളുള്ളത്. തറവാട്ടിൽ തിരിച്ചു പോണോ അതോ ശത്രുവായ ഇബ്ലീസിന്റെ കൂടെ നരകത്തിൽ പോണോ? ഇബ്ലീസ് പറഞ്ഞതാണ്, പടച്ചോനെ നീയാണ് എന്നെ പേപ്പിച്ചത്, അതുകൊണ്ട് ഇനി ഈ മനുഷ്യന്മാരെ മുഴുവൻ ഞാൻ പേപ്പിക്കും. അവരെന്തൊക്കെ നന്മ ചെയ്യാൻ പോകുന്നു അതിനൊക്കെ വഴിയാണ്. ദാവത്തുണ്ടെങ്കിൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കും, ഗ്രൂപ്പീസ് ഉണ്ടാക്കും. ധർമ്മം ചെയ്യാൻ പോകുമ്പോ ലോകമാന്യം ഉണ്ടാക്കും. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പലിശ കടത്തി കൂട്ടാൻ നോക്കും. ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ വിദായത്തിൽ ചേർക്കാൻ നോക്കും. തൗഹീദിൽ, അഖീദയിൽ, വിശ്വാസത്തിൽ ശിർക്ക് കലർത്താൻ നോക്കും. ഈമാനിൽ കുഫ്ർ കലർത്താൻ നോക്കും. അങ്ങനെ ഓരോ വഴിയിലും പിശാച് ഇടപെടും. പക്ഷേ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസുള്ള അടിമകൾ ഒഴികെ അവരെനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സമയം അവസാനിക്കാണ്. പരലോകത്ത് മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യുന്ന രീതി വിശ്വാസം പറയുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സിത്തറിലാണ് അയാളെ വിചാരണ ചെയ്യുന്നത്. അള്ളാഹു അത്തരക്കാരൻ ഉൾപ്പെടുത്തുമാറാണ്. നമ്മളപ്പോ എപ്പോഴും അള്ളാഹുവിനോട് സിത്തർ ചോദിക്കണം. അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കാതിരിക്കണം. സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹ്. മറ്റുള്ളവരെ അപമാനിച്ച അള്ളാഹു അപമാനിക്കും. മറ്റുള്ളവരെ നമ്മള്
അപമാനിക്കാതെ അവരെ കാര്യങ്ങൾ നമ്മൾ എന്താണ് അവരെ അഭിമാനത്തെ നമ്മൾ സംരക്ഷിച്ചാൽ നമ്മ അഭിമാനത്തെയും അള്ളാഹു സംരക്ഷിക്കും. എന്നിട്ട് ആ മനുഷ്യനോട് അള്ളാഹു ഇങ്ങനെ ചോദിക്കും, ലിമ ഫഅൽത കദാ ഫീ യൗമി കദാ, എന്റെ ദാസ എനിക്ക് ഞാൻ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. നല്ല ആരോഗ്യം തന്നു, നല്ല കുടുംബത്തെ തന്നു, നല്ല വാഹനം തന്നു, നല്ല വീട് തന്നു, ചൂടത്ത് നല്ല തണുത്ത വെള്ളം തന്നു. അതിൽ കാണാം, ചൂടുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളം തന്നു അള്ളാഹു പറയും. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഇന്നാലിന്റെ ദിവസം നീ എന്നെ ധിക്കരിച്ചില്ലേ, ഇന്നാലിന്റെ ദിവസം നീ എന്നെ ധിക്കരിച്ചില്ലേ, ഇന്നാലിന്റെ സ്ഥലത്ത് നീ എന്നെ ധിക്കരിച്ചില്ലേ. ആ മനുഷ്യന് നേരത്തെ നമ്മൾ ഓഡിറ്റർ കാര്യം പറഞ്ഞ പോലെ അള്ളാഹു പറയുന്നൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ. അപ്പൊ ആ മനുഷ്യൻ മനസ്സിൽ വിചാരിക്കുന്നു, പഠിച്ചോലെ ഇനി വേറെ പറയാനുണ്ടല്ലോ. അയാൾ ചിന്തിക്കാണെന്ത്, ഇതിപ്പോ അന്ന് ചോദിക്കണമൊക്കെ ചെറിയ തെറ്റുകളെ കുറിച്ചാണ്. അയാൾ ചെയ്ത തെറ്റുകൾ നോക്കുമ്പോ താരതമ്യേന ചെറിയ തെറ്റുകളെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ ആ മനുഷ്യൻ മനസ്സിൽ വിചാരിക്കുമല്ലെന്ത്, അടുത്ത ചോദ്യം ഇപ്പൊ മറ്റേ ഇതിനെ കുറിച്ചാവൂലെ, പലിശനെ കുറിച്ചാവൂലെ, മറ്റേ ഹറാമിനെ കുറിച്ചാവൂലെ, ആ തെറ്റിനെ കുറിച്ചാവൂലെ, ഈ തെറ്റിനെ കുറിച്ചാവൂലെ. പറയാണ്, അയാൾ വിചാരിക്കും അയാൾ ആകെ നശിച്ചു പോയി, ഇനി നരകല്ലാതെ എനിക്കില്ലാതെ ആളുകൾ ഉറപ്പിച്ചു നിൽക്കാണ്. അപ്പൊ അല്ലാഹു പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയ വഗഫർതുഹാ ലകൽ യൗം ഉദ്ഖുലുൽ ജന്ന. അല്ലാഹു അക്ബർ. ദുനിയാവിൽ ഞാൻ അതൊക്കെ മറച്ചു വെച്ചു, ഇന്ന് ഞാൻ എനിക്ക് പുറത്തു തന്നു, ഞാനും ഇല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല, സ്വർഗത്തേക്ക് പോയിക്കോ. അള്ളാഹു ഉത്തരക്കാരൻ ഉൾപ്പെടുത്തുമാറാണ്. അള്ളാഹുവിന്റെ സിദ്റ് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകുമാറാണ്. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞ ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകണം. മുറാഖബത്ത് വളർത്തിയെടുക്കാൻ നോക്കണം, മുഹാസബത്ത് ഉണ്ടാകണം, അള്ളാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം. മുനാഫിക്കിന്റെ സ്വഭാവത്തിലേക്ക് പോകരുത്. തെറ്റ് സംഭവിച്ചാലുള്ള തൗബ ചെയ്യണം, തൗബ പുതുക്കിക്കൊണ്ടേയിരിക്കണം. തെറ്റുകളുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കണം. സ്വന്തം നഫ്സിന്റെ ബലഹീനത മനസ്സിലാക്കണം. ചില ആളുകൾ ഇനിയിപ്പൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോ പെണ്ണുങ്ങളോടൊക്കെ സംസാരിച്ചാല് ആ ജാതി പ്രശ്നമൊന്നും ഇരിക്കില്ല, അങ്ങനെ കണ്ട് ഒഴിച്ചു പോണ ഈമാനൊന്നുമില്ല. വെറുതെ പറയണം, വെറുതെ പറയണം. നമ്മളെല്ലാവരും ബലഹീനരാണ്, എല്ലാവരും വീക്ക്നെസ് ഉള്ള ആളുകളാണ്. അവനവന്റെ നഫ്സിനെ കാത്താൽ അവനവന് നന്ന്, വേറെ ആരും കാക്കാൻ വരില്ല. അല്ലെ, വെളുപ്പത്തിനെ പറഞ്ഞിട്ട് തെറ്റിന്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യേശുദാസൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. ഒരു കാലഘട്ടം വരും, അന്ന് ഫിത്നയുടെ സ്വഭാവം എത്തി നോക്കിയവരെ മുഴുവൻ അത് പിടിച്ചെടുക്കും. ആ പ്രയോഗം കാണാൻ ഹദീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രയോഗം. അതിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയാൽ അതിൽ പോയി ചാടും. വെറുതെ ഇങ്ങനെ എന്താപ്പത് അറിയാൻ വേണ്ടി നോക്കിയതാവും, പിന്നെ അതിലങ്ങോട്ട് മണിക്കൂറുകളോളം ചിലപ്പോൾ പോകും. അതുകൊണ്ട് നാം മുറാഖബത്ത് പറഞ്ഞു. മുറാഖബത്ത് എന്താണ്? അള്ളാഹു കാണുന്നുണ്ട് എന്ന പോലെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു അലീമാണ്, സമീആണ്, ബസീറാണ്. അള്ളാഹ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോധം മനസ്സിൽ വളർത്തിയെടുക്കുക. അതോടൊപ്പം മുഹാസബത്ത് ഉണ്ടാവും, അഥവാ സ്വയം വിചാരണ നടത്തുക. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസിനു അഅമാലകും ഖബല അൻ തുസനു വതസയ്യനു ലിൽ അർദിൽ അക്ബരി അല്ലാഹ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ നടത്തുക, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട്. നിങ്ങളുടെ അമലുകളൊന്ന് തൂക്കി നോക്കുക, അമലുകൾ തൂക്കപ്പെടുന്ന ദിവസം വരുന്നതിന് മുമ്പായിക്കൊണ്ട്. വതസയ്യനു ലിൽ അർദിൽ അക്ബരി അല്ലാഹ്. അള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് നിന്നുകൊണ്ട് ഒക്കെ പ്രദർശിപ്പിക്കാനുള്ള കാര്യമാണെന്നുള്ള ബോധം വേണം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്മകൾ രഹസ്യത്തിലുണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള നന്മകൾ ചെയ്തുകൊണ്ട് അതിനെ ഭംഗിയാക്കാം. അള്ളാഹിന്റെ ആ പ്രയോഗം വളരെ ചിന്തിക്കുന്നു. അപ്പോ നമ്മള് ഈ ക്ലാസ്സിന് വരുമ്പോ നന്നായിട്ട് വൃത്തിയാക്കി മുടിയൊക്കെ ചെയ്യി നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ വരും. അങ്ങനെ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം എന്താ, മനുഷ്യന്മാരെ മുന്നിലേക്ക് പോകുമ്പോ ഒരു വൃത്തിയിലും വെടിപ്പിലും പോകണം. അതെന്തിനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ ഭംഗി ആരമില്ലാമെന്ന് കാണിക്കേണ്ടത് അള്ളാഹിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ പോയി നിൽക്കാൻ നോക്കാം. അത് പുറമേയുള്ള ഭംഗിയല്ല അവിടെ ഉദ്ദേശിച്ചത്. മുറാഖബത്തിലൂടെയും മുഹാസബത്തിലൂടെയുള്ള കൽബിന്റെ ഭംഗിയാണ്. കാരണം അള്ളാഹിന്റെ നോട്ടം ഇങ്ങോട്ടാണ്.
പുറത്തേക്കല്ല. പുറത്തേക്ക് ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നെങ്കിലേ കാര്യമുള്ളൂ. അല്ല പുറത്ത് വെറുതെ പിടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ നോട്ടം എവിടേക്കാണ്? അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, തഖ്വ ഹാഹുന. എവിടെയാണ് തഖ്വ? എവിടെയാണ് തഖ്വ? എവിടെയാണ് തഖ്വ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ പുറമോടിയിലേക്കോ നിങ്ങളുടെ ആകാര ഭംഗിയിലേക്കോ അല്ല നോക്കുന്നത്, നിങ്ങളുടെ കൽബിലേക്കാണ് നോക്കുന്നത്. അള്ളാഹുവിന്റെ നോട്ടം കൽബിലേക്കാണ്. കൽബ് ശുദ്ധീകരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന രഹസ്യജീവിതത്തിലും സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നഷ്ടപ്പെടാതെ അപമാനിക്കപ്പെടാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അപമാനിക്കാതെ അള്ളാഹു റഹ്മത്തിൽ ഉൾപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനിലൂടെ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് ഇഹ്സാനിന്റെ പദവിയിലേക്ക് എത്താൻ, അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കാൻ, അള്ളാഹു കാണുന്നില്ലെങ്കിലും നമ്മൾ അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ഇഹ്സാനിന്റെ പദവിയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا وارحمهما كما ربونا صغارا. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه.